എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 1 ശ്ലോകം 5, 6, 7, 8, 9, 10 6 ശ്ലോകങ്ങളെ ഇന്ന് നമുക്ക് നോക്കാം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. പരീക്ഷിത്ത് മഹാരാജാവിന്റെ വാക്കുകൾ തുടരണം. ശ്ലോകം 5. ഓം നമോ ഭഗവതേ വാസുദേവായ. പിതാമഹാമേ സമരേ മരഞ്ജയൈ ദേവവ്രതാദ്യാതിരഥൈതിമിംഗിലൈഃ ദുരത്യയം കൗരവസൈന്യസാഗരം കൃത്വാതരൻ വത്സപദം സ്മ യൽപ്ലവാഃ. മേ എന്റെ പിതാമഹാഹ മുത്തച്ഛന്മാർ യൽപ്ലവാഹ യാതൊരുത്തനാകുന്ന കപ്പലോട് കൂടിയവരായിട്ട് സമരേ യുദ്ധത്തിൽ അമരഞ്ജയൈഹി ദേവന്മാരെയും ജയിക്കുന്നവരായ ദേവവ്രതാദി അതിരഥൈഹി ഭീഷ്മ മുതലായ അതിരഥന്മാരാകുന്ന തിമിംഗിലൈഹി തിമിംഗലങ്ങൾ നിമിത്തം ദുരത്യയം കടക്കുവാൻ കഴിയാത്ത കൗരവ സൈന്യസാഗരം കൗരവ സൈന്യമാകുന്ന സമുദ്രത്തെ വത്സവദം പശുക്കുട്ടിയുടെ കുളമ്പുചാലിലെ ജലത്തെ എന്ന പോലെ കൃത്വ ചെയ്തിട്ട് അതരൻ സ്മ കടന്നു. ഞങ്ങളുടെ കുലത്തിന് ഏക ആശ്രയമായിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ ഈ കഥകൾ എപ്പോഴും എനിക്കിങ്ങനെ കേട്ടോണ്ടിരിക്കണം എന്നാണ് പരീക്ഷിത്ത് മഹാരാജാവ് ശ്രീ ശുകബ്രഹ്മർഷിയോട് പറയണത്. എന്റെ അച്ഛനായ അഭിമന്യുവിന്റെയും പിതാക്കന്മാരായ യുധിഷ്ഠിരാദികള് കൗരവ സൈന്യമാകുന്ന സമുദ്രത്തെ ശ്രീകൃഷ്ണ ഭഗവാനാകുന്ന കപ്പലിലിരുന്നിട്ട് അനായാസേന കടന്നു. 100 യോജന നീളമുള്ള ഒരു മത്സ്യവിശേഷമാണ് ഈ തിമി എന്ന് പറയുന്ന സാധനം, മത്സ്യം. അതിനെയും വിഴുങ്ങുന്നതാണ് തിമിംഗിലം. അതാണ് തിമിയേയും കൂടി വിഴുങ്ങുന്നത് തിമിംഗലം. 100 യോജന നീളമുള്ള ഒരു മത്സ്യം തിമി. ആ തിമിയേയും കൂടി വിഴുങ്ങുന്നതാണ് തിമിംഗലം. അപ്പൊ ഇങ്ങനെയുള്ള മഹാഘോരങ്ങളായ പ്രാണികള് സമുദ്രത്തിലുള്ളത് കൊണ്ട് അതിനെ കടക്കാൻ കഴിയാത്തതുപോലെ ദേവന്മാരെയും ജയിക്കാൻ തക്ക വീര ശൗര്യ പരാക്രമ സമ്പന്നന്മാരും ഇഷ്ടപ്രകാരം മരിക്കുന്നതല്ലാതെ മറ്റൊരുത്തിനെ കൊല്ലാൻ കഴിയാത്തവരുമായ ഭീഷ്മദ്രോണാദികളായ മഹാതിമിംഗിലങ്ങളെ കൊണ്ട് കടക്കാൻ കഴിയാത്ത ദുര്യോധനാദികളാകുന്ന സമുദ്രത്തെ എന്റെ പിതാക്കന്മാരെ പശുക്കുട്ടിയുടെ കുളമ്പുചാലിനൊക്കെ ചാടിക്കടക്കുന്നത് പോലെ അനായാസം കടന്നത് ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ കഥ എനിക്ക് വിശേഷിച്ചും എനിക്ക് ഏറ്റവും വിശേഷമുള്ളതാണ്, ആദരിക്കത്തക്കതാണ്. അതെനിക്ക് കേൾപ്പിച്ചു തരണേ, വിസ്തരിച്ചു പറഞ്ഞു തരണേ എന്നാണ് പറയുന്നത് പരീക്ഷിത്ത് മഹാരാജാവ്. ദ്രൗണ്യാസ്ത്രവിപ്ലുഷ്ടമിതം മദംഗം സന്താനബീജം കുരു പാണ്ഡവാനാം ജുഗോപകുക്ഷിം ഗദാത്തചക്രോ മാതുശ്ച മേ ശരണം ഗദായാഃ. ദ്രൗണ്യാസ്ത്ര വിപ്ലുഷ്ടം അശ്വത്ഥാമാവിന്റെ അസ്ത്രാഗ്നിയാൽ ദഹിച്ചുകൊണ്ടിരുന്നതും കുരുപാണ്ഡവന്മാരുടെ സന്താനബീജം വംശം നശിക്കാതിരിക്കാനുള്ള ആദികാരണവുമായ ഇതം ഈ മദംഗം എന്റെ ഈ ദേഹത്തെ ശരണത്തെ ഗദായാഹ പ്രാപിച്ച മേ എന്റെ മാതു അമ്മയുടെ കുക്ഷിം ജഠരത്തെ ഗദ പ്രാപിച്ച ആപ്തചക്ര ചക്രത്തെ ധരിച്ച യഹ്
യാതൊരുവൻ ജുഗോപ ഗോപനം ചെയ്തു. പരീക്ഷിത്ത് മഹാരാജാവ് പറഞ്ഞു, ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥമാവ് പ്രയോഗിച്ച ആ ബ്രഹ്മാസ്ത്രമാകുന്ന അഗ്നിയുടെ പ്രഭാവത്താൽ ദഹിച്ചുകൊണ്ടിരുന്ന എന്റെ ഈ ശരീരത്തെ ശരണം പ്രാപിച്ച എന്റെ മാതാവിന്റെ കുക്ഷിയിൽ പ്രവേശിച്ച് ചക്രധാരിയായ ഭഗവാൻ കൃഷ്ണൻ രക്ഷിച്ചു അല്ലെ. ആ കുരുപാണ്ഡവന്മാരുടെ വംശബീജമായിട്ട് അതുകൊണ്ട് ഞാൻ ശേഷിച്ചു. അന്ന് ഭഗവാൻ രക്ഷിച്ചിട്ടില്ലെങ്കിൽ ഗർഭത്തിൽ തന്നെ ഞാൻ നശിച്ചു പോവുമായിരുന്നില്ലേ. അതുകൊണ്ട് എന്റെ പിതാമഹന്മാർക്ക് മാത്രമല്ല, എനിക്ക് തന്നെ പ്രത്യക്ഷമായിട്ട് ഭഗവാൻ ഉപകാരം ചെയ്തിരിക്കുന്നു. എന്റെ അമ്മയും ഭഗവത് ഭക്ത തന്നെയാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭക്തി ഞങ്ങളുടെ കുലപരമ്പരാധർമ്മമാകയാൽ ആ കഥ കേൾക്കാൻ അതിശ്രദ്ധ എനിക്കുണ്ട് ഗുരു. അതുകൊണ്ട് കഥാശ്രവണത്തിൽ എനിക്ക് താല്പര്യമില്ലാതെയായാൽ ഉപകാരസ്മരണ ഇല്ലായ്മ എന്നൊരു ദോഷം കൂടി എന്നിലുണ്ടെന്ന ഭീതിയും അതാണ് ഒരു സൂചന. എല്ലാ ദിക്കിലും ഒരുപോലെ വ്യാപിച്ചും ഇച്ഛാമാത്രത്താൽ രക്ഷിക്കാൻ ശക്തനുമായിരിക്കുന്ന ഭഗവാൻ ചക്രധാരിയായിട്ട് കുക്ഷിയില് പ്രവേശിക്കാതെ തന്നെ രക്ഷിക്കാൻ സമർത്ഥനായിരിക്കെ, അതിന്റെ ഉള്ളിൽ നിന്ന് കടന്നിട്ടൊന്നും വേണ്ട ശരിക്കും ഭഗവാൻ എന്നെ രക്ഷിക്കാൻ. പക്ഷെ ഇങ്ങനെ പ്രവർത്തിച്ചത് ഭഗവാന്റെ കാരുണ്യ അതിശയം, കാരുണ്യം എന്ന് പറഞ്ഞാൽ പോരാ, ആ കാരുണ്യ അതിശയത്തെ ഏറ്റവും സ്പഷ്ടമാക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും പറഞ്ഞിരിക്കുന്നത് പരീക്ഷിച്ച മഹാരാജാവ്. അമ്മയും വിഷ്ണുഭക്തിയായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ അമ്മയുടെ പുത്രനായിട്ട് ജനിച്ചില്ലേ ഞാൻ, ആ ധന്യത അതാണ് പ്രകാശിപ്പിക്കുന്നത് പരീക്ഷിച്ച്. അതുകൊണ്ട് സന്തോഷം, അതാണ് ആ ഒരു സന്തോഷം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട് അതിൽ, ആ വാക്കിൽ. എന്റെ അമ്മയും കൂടി ഭക്തയായതുകൊണ്ടാണ് എനിക്കും ഇതുപോലെ ഒരു ഭക്തി, ഭഗവാനോടുള്ള ആ ഭക്തി ഇത്രയധികം ഉണ്ടായത് എന്നുള്ളത് ആ ഒരു ധന്യത അല്ലെ. വീര്യാണി തസ്യാഖില ദേഹഭാജൗ അന്തർബഹി പൂരുഷകാലരൂപൈ പ്രയച്ഛതോ മൃത്യുമുദാമൃതം ച മായാമനുഷ്യസ്യ വദസ്വ വിദ്വൻ. അഖിലദേഹഭാജാം എല്ലാ പ്രാണികൾക്കും അന്ത ഉള്ളിലും, ബഹി പുറത്തും, പൂരുഷകാലരൂപേഹി ജീവനായിട്ടും കാലനായിട്ടും, മൃത്യും മരണത്തെയും, അമൃതം ഉദ മോക്ഷത്തെയും, പ്രയച്ഛത കൊടുക്കുന്നവനും, മായാമനുഷ്യസ്യ മായ കൊണ്ട് മനുഷ്യനുമായിരിക്കുന്ന, തസ്യ ആ ഭഗവാന്റെ, വീര്യാണി വൈഭവങ്ങളെ, വിദ്വൻ എല്ലാം അറിവുള്ളവന്, വദസ്വ പറഞ്ഞാലും. ജീവസ്വരൂപനായിട്ടും കാലസ്വരൂപനായിട്ടും ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്ന മായാമനുഷ്യനായ ഭഗവാൻ അവിശേഷേണ സകല ജനങ്ങൾക്കും മുക്തിയും മരണവും നൽകുന്നു. നാശരഹിതന്മാരായിരിക്കുന്ന ഭീഷ്മാദികൾക്കും മരണത്തെ നൽകി, ബാലന്മാരെ കൊന്നു നടക്കുന്ന പൂതനാദികൾക്കും കൂടി മോക്ഷത്തെ നൽകി, ജീവനായിരിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെ എന്ന് അറിഞ്ഞിരിക്കുന്നവർക്ക് അന്തര്യാമി രൂപേണ മുക്തി നൽകുന്നു. ആ ബോധമില്ലാത്തവർക്കോ പുറമെ കാലരൂപനായി മരണത്തെയും നൽകുന്നു. മായ കൊണ്ട് മനുഷ്യരൂപം സ്വീകരിച്ച് ദുഷ്ടന്മാരെ സംഹരിക്കുകയും നല്ലവരെ അനുഗ്രഹിക്കുകയും ചെയ്യാൻ പല കർമ്മങ്ങളും ഭഗവാൻ ചെയ്തിട്ട് ഇതെല്ലാം അറിഞ്ഞിരിക്കുന്ന അങ്ങക്ക് ഇതെല്ലാം അറിയാലോ, എന്നോട് വിസ്തരിച്ചു പറയണേ ആ ഭഗവാന്റെ കഥകള്. രോഹിണ്യാസ്തനയ പ്രോക്തോ രാമസംഘർഷണസ്ത്വയാ ദേവക്യാ ഗർഭസംബന്ധ കുതോ ദേഹാന്തരം വിനാ. സംഘർഷണൻ എന്നുകൂടി പേരുള്ള രാമൻ, രോഹിണിയുടെ തനയ പുത്രൻ എന്ന് ത്വയാ അങ്ങയാൽ പ്രോക്ത പറയപ്പെട്ടു. ദേഹാന്തരം വിന അന്യശരീരം കൂടാതെ, ദേവകിയുടെ ഗർഭസംബന്ധ ഗർഭത്തിൽ ഉള്ള ചേർച്ച കൃത എങ്ങനെയുണ്ടായി. ഇപ്പൊ ഇതിനു മുമ്പ് ഉള്ള ശ്ലോകങ്ങളിലൊക്കെ ആ ഭഗവാന്റെ ചരിത്രം കേൾക്കണം എന്നാവശ്യപ്പെട്ടു. കേട്ടിടത്തോളം ഉണ്ടായ സംശയങ്ങളും ആ യുക്തിവിരോധങ്ങളും തീർത്തു തരണം എന്നുള്ള അഭിപ്രായം കൂടി ഈ 4 ശ്ലോകങ്ങൾ കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. ബാക്കിയുള്ള സംശയങ്ങളൊക്കെ തീർത്തു തരണേ. ബലൻ, ഗദൻ, സാരണൻ, ദുർമദൻ, വിപുലൻ, ധ്രുവൻ എന്നീ പുത്രന്മാരെ വസുദേവൻ രോഹിണിയിൽ ജനിപ്പിച്ചു എന്നൊരിക്കലും അങ്ങ് പറഞ്ഞുല്ലോ. കീർത്തിമാൻ, സുഷേണൻ, ഭദ്രസേനൻ, ഋജു, സമ്മർദ്ദനൻ, ഭദ്രൻ, സംഘർഷണൻ, കൃഷ്ണൻ എന്നീ 8 പേരെ ദേവകിയിലും ജനിപ്പിച്ചു എന്ന് പിന്നീട് ഒരിക്കലും പറഞ്ഞു. അപ്പൊ ഈ സംഘർഷണൻ എന്നും ബലൻ എന്നും ഒരാളുടെ തന്നെ പേരായിരിക്കാം 2 സ്ത്രീകളില് ഒരാൾ തന്നെ എങ്ങനെയാ പുത്രനായിട്ട് ഭവിച്ചത് എന്ന് ചോദിക്കണം. കസ്മാൻ മുകുന്ദോ ഭഗവാൻ പിതുർഗേഹാൽ വ്രജംഗത വവാസം ജ്ഞാതിഭിസാർത്ഥം കൃതവാൻ സാത്വതാംപതി. ഭഗവാൻ ഐശ്വര്യാദി സഹിതനായ മുകുന്ദ ശ്രീകൃഷ്ണൻ കസ്മാത് എന്തു കാരണത്താൽ പിതു അച്ഛന്റെ ഗേഹാൽ വീട്ടിൽ നിന്ന് വ്രജം ഗോകുലത്തെ ഗത പ്രാപിച്ചു. സാത്വതാംപതി ഭക്തരക്ഷകൻ
ജ്ഞാതിഭി സാർദ്ധം ബന്ധുക്കളോടുകൂടി ക്വ ഏതു ദിക്കിൽ വാസം വാസത്തെ കൃതവാൻ ചെയ്തു. ജ്ഞാനം, വീര്യം, യശസ്, ശ്രീ, വൈരാഗ്യം, ഐശ്വര്യം എന്നീ 6 ഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവനും. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരെയാണ് ഭഗവാൻ എന്ന് പറയാം. ഭക്തന്മാരുടെ സംസാര സങ്കടത്തെ മുഴുവൻ സംഹരിച്ച് പരമാനന്ദ സ്വരൂപത്തിരിക്കുകയെന്ന സ്വരൂപത്തോടുകൂടിയ മുക്തിയെ കൊടുക്കുന്നവനുമായ ഭഗവാൻ സർവ്വശരീരങ്ങളുടെയും മരണഭീതി തീർത്ത് രക്ഷിക്കുന്നവനാകയാൽ ഈ കംസനെ ഭയപ്പെട്ടുകൊണ്ട് പിതാവായ വസുദേവരുടെ വാസസ്ഥാനമായ മഥുരാപുരിയെ വിട്ട് ഗോകുലത്തിലേക്ക് പോവാൻ എന്താ കാരണം? ഭക്തന്മാരായ യാദവന്മാരുടെ നാഥനായ ശ്രീകൃഷ്ണൻ ബന്ധുജന സഹിതനായി എവിടെയാ താമസിച്ചത്? പിതാവിനെ വിട്ട് നന്ദഗോപരുടെ സമീപത്തേക്ക് പോയതുകൊണ്ട് വസുദേവരെക്കാൾ നന്ദഗോപരിൽ പ്രീതി അധികം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്താ അതിന് കാരണം? മഥുരാപുരിയെ വിട്ട് യാദവന്മാരോടുകൂടി വസിച്ചത് എവിടെ എന്ന് ചോദിച്ചതിനാൽ ദ്വാരകയിൽ ചെന്ന ശേഷം എന്തെല്ലാം ചെയ്തു എന്നും ബന്ധുക്കളായ നിങ്ങളെ കാണാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് ബൃഹദ്വനം എന്നു പേരായ പൂർവവാസ സ്ഥാനത്തെ ഉപേക്ഷിച്ച ശേഷം ഗോപന്മാരോടുകൂടി എവിടെ ചെന്ന് വസിച്ചു എന്നും ചോദിച്ചു. അതുകൊണ്ട് വൃന്ദാവന ലീലയെക്കുറിച്ച് പ്രത്യേകം ചോദ്യം ചെയ്തു എന്നർത്ഥം. വ്രജേ വസൻ കിമകരോൽ മധുപുര്യാം ച കേശവ പ്രാതരം ചാവധിൽ കംസം മാതുരത്താദർഹണം. ബ്രഹ്മാവിനും ഈശ്വരനായ രുദ്രനും സുഖത്തെ നൽകുന്ന അമാനുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോകുലത്തിലും മഥുരാപുരിയിലും വസിക്കുന്ന കാലത്ത് എന്തൊക്കെയാ ചെയ്തത്? സ്വമാതൃ സഹോദരനായിരിക്കെ തന്റെ മാതുലനായ കംസനെ കൊല്ലുന്നത് അത് ഒരിക്കലും ഉചിതമല്ല എന്നിരിക്കെ നേരിട്ട് തന്നെ ചെന്ന് കംസനെ കൊല്ലാൻ എന്താ സംഗതി എന്നൊക്കെ ചോദിക്കണു പരീക്ഷിത്ത്. ഇനിയും ചോദ്യങ്ങളുണ്ട്. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.